ശബരിമല പാതയിൽ തുലാപ്പള്ളി ആലപ്പാട്ട് കവലയിൽ വാഹന അപകടമുണ്ടായി. ശബരിമല തീർത്ഥാടകരുമായി പോയ ബസ് നിയന്ത്രണം വിട്ട് മറ്റൊരു ബസ്സിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സിക്കെ അഭിലാലുണ്ട്. അഭിലാൽ, പരിക്കുണ്ടോ? രതീഷ്, ശബരിമല പാതയിൽ ഇലവുകിൽ നിന്നും എരുമേലിയിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ ഏറെക്കുറെ 5 കിലോമീറ്റർ ദൂരം കൂടി പിന്നിടുന്ന വേളയിൽ ആലപ്പാട്ട് കവലയിൽ രാവിലെ 7:48 കൂടിയാണ് അപകടമുണ്ടാകുന്നത്. ശബരിമല തീർത്ഥാടനത്തിനെത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് നിയന്ത്രണം വിട്ട് റോഡിൻ്റെ വലതുവശത്ത് പാർക്ക് ചെയ്തിരിക്കുന്നതായിരുന്ന 3 വാഹനങ്ങളിലാണ് ഇടിച്ചത്. ആദ്യം വന്നിടിക്കുന്നത് ഒരു ചെറു കാറിലാണ്. ആ ഇടിയുടെ ആഘാതത്തിൽ കാർ മറിയുന്നുണ്ട്. പിന്നീട് തൊട്ടടുത്തുണ്ടായിരുന്ന കാറിലും അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ബസ്സിലുമാണ് വാഹനം ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മിനി ബസ്സിന്റെ ഫ്രണ്ട് ക്യാബിൻ ഏറെക്കുറെ പരിപൂർണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. യന്ത്രസഹായത്തോടു കൂടി അതിന്റെ ഫ്രണ്ട് ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെയും മുൻ സീറ്റ് യാത്രക്കാരായ ഏതാനും പേരെയും പുറത്തെടുത്തത്. 20 പേരാണ് ആകെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 10 പേരും പുറത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന് സമീപം നിന്ന കർണാടക സ്വദേശിയായിട്ടുള്ള ഒരാൾക്കും അടക്കം 11 പേർക്കാണ് പരിക്കേറ്റത്. ഈ അപകടത്തെ തുടർന്ന് മേഖലയിൽ 1 മണിക്കൂറിലേറെ സമയം ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ചുരുക്കത്തിൽ 9 മണിയോടുകൂടിയാണ് മേഖലയിലെ ഗതാഗതം സാധാരണ നിലയിലേക്ക് ആയത്. പരിക്കേറ്റ ആളുകളെ എരുമേലിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഉള്ള ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ആരുടെയും നില അത്ര ഗുരുതരമല്ല എന്നുള്ളതാണ് ലഭ്യമാവുന്നത്. നില അത്ര ഗുരുതരമല്ല എന്ന ആശ്വാസകരമായ വിവരമുള്ളപ്പോഴും ശബരിമല പാതയിൽ വലിയൊരു അപകടമുണ്ടായി, വാഹന അപകടമുണ്ടായി എന്നതാണ്. ആ ദൃശ്യങ്ങളാണ്, അതിന്റെ വിവരങ്ങളാണ് CK അഭിലാൽ നൽകിയത്.